ഷാലോം ടെലിവിഷനിലൂടെ ആഴ്ചതോറും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ഡെയിലി മിറർ എന്നുള്ള പ്രോഗ്രാം നിങ്ങൾ ഓരോരുത്തരും കാണുകയും അത് സ്വാംശീകരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിന് അത് ഉപകാരപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പതിവായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിക്കുകയും പരിചിന്തിക്കുകയുമായിരുന്നു. ഇന്ന് നമ്മുടെ പരിചിന്തനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത വചനം വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ നിന്നാണ്. 1-ാം ലേഖനം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ യോഹന്നാൻ ദൈവത്തെ അവതരിപ്പിക്കുന്നത് പ്രകാശമായിട്ടാണ്. പലപ്പോഴും യോഹന്നാൻ ദൈവത്തെ സ്നേഹമായിട്ട് സത്യമായിട്ട് ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ദൈവം പ്രകാശമാണ്. ഈ പ്രകാശത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. 5-ാം വാക്യം മുതൽ ഇപ്രകാരമാണത് വായിക്കുന്നത്. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്. ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. നമ്മൾ ഈ പ്രകാശമാകുന്ന ദൈവത്തിൽ വസിക്കുക വളരെ പ്രധാനപ്പെട്ടതാണത്. ഈ പ്രകാശത്തിൻ്റെ തന്നെ ഭാഗമായി തീരുക. നമ്മളിൽ അന്ധകാരമുണ്ടാവാതിരിക്കാം. നമ്മൾ ഒരുപക്ഷെ പള്ളിയുടെ അടുത്തായിരിക്കാം താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തം ഭവനത്തിൽ ഒരു സെമിനാരിയിലോ മഠത്തിലോ ഒക്കെ ഉള്ളതുപോലെ ഒരു ചാപ്പലുണ്ടായെന്ന് വരാം. അവിടെ പരിശുദ്ധ കുർബാന വെച്ച് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾ അവനോട് കൂട്ടായ്മ ഉള്ളവരാകണമെന്നില്ല. പ്രകാശമായ ദൈവത്തെ പോലെ നമ്മളിലും പ്രകാശം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അവിടെ നിഴലുകളും അന്ധകാരവുമൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ കൂട്ടായ്മയിലായിരിക്കാൻ കഴിയില്ല. യൂദാസിൻ്റെ കഥ എടുത്ത് നോക്കുക. അവൻ 3 കൊല്ലം ദൈവത്തിൻ്റെ കൂടെ നടന്നവനാണ്, കർത്താവിൻ്റെ കൂടെ നടന്നു. പക്ഷേ അവനിൽ അന്ധകാരമായിരുന്നു. അവനാ അന്ത്യത്താഴം കഴിഞ്ഞ് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിച്ചിട്ട് പോകുന്നത് എങ്ങോട്ടാണ്? അന്ധകാരത്തിലേക്കാണ്. അവനിൽ സാത്താൻ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അവൻ അന്ധകാരത്തിലേക്ക് പോവുകയാണ്. കാരണം ഈ അന്ധകാരമാണ് ഇഷ്ടം പലർക്കും. നമുക്കറിയാം, കള്ളന്മാർക്ക്, മോഷ്ടിക്കാൻ വരുന്നവർക്ക്, തസ്കരന്മാർക്ക്, അവർക്കെല്ലാം ഇഷ്ടം എന്താണ്? അന്ധകാരമാണ്. ഈ അന്ധകാരത്തിൻ്റെ മറവിലാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടപ്പെടുന്നത്, അന്ധകാരത്തിന് നടുവിൽ. അതുകൊണ്ട് നമ്മൾ പ്രകാശത്തിലായിരിക്കുക. യേശുവാകുന്ന ദൈവമാകുന്ന പ്രകാശത്തിലാണ് നമ്മളായിരിക്കുന്നതെങ്കിൽ നമ്മളെ ആർക്കും ഉപദ്രവിക്കാൻ കഴിയില്ല, നമ്മളെ ആർക്കും തട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഭൗതികമായ അർത്ഥത്തിലല്ല പറയും. നേരെ മറിച്ച് നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ യേശു ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പാപത്തിന് തിന്മയ്ക്കൊന്നും സ്ഥാനമില്ല. നമ്മൾ ആ പ്രകാശത്തിലായിരിക്കും വസിക്കുക. അപ്പോൾ നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം ഇതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ യേശുവാകുന്ന പ്രകാശത്തിൽ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതോ നമുക്കിഷ്ടം ഈ അന്ധകാരം നിറഞ്ഞ മൂലകളാണോ? ഞാൻ പള്ളിയിലൊക്കെ പോകുമ്പോൾ, കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ
പലപ്പോഴും കാണുന്ന ഒരു കാര്യമുണ്ട്. കുറേ അധികം പേര് പള്ളിയുടെ ഏറ്റവും പുറകിലാണ് ഇരിക്കുക. പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ചാരിയിരിക്കും. അവർ ഈ പ്രകാശം ഇഷ്ടപ്പെടാത്തവരെ പോലെ എനിക്ക് തോന്നി. അവരൊരിക്കലും ഇങ്ങോട്ട് വന്ന് മുൻപിൽ വന്ന് ബാക്കിയുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്തതുപോലെ തോന്നുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് കുട്ടികളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഏറ്റവും പുറകിൽ പോയിരുന്ന് അല്ലെങ്കിൽ മറ്റാരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? അപ്പോഴൊക്കെ അവർ പറഞ്ഞൊരു ഉത്തരം ഇതാണ്, എന്താണ്, നമുക്ക് നാണമാണ്, അല്ലെങ്കിലോ ഒരു ആത്മവിശ്വാസമില്ല. അത് സത്യമാണത്. നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമ്മളവിടെ പോയിരിക്കുന്നത്. മറ്റുള്ളവർ കണ്ടാൽ നമുക്ക് നാണക്കേടല്ലേ, മാനക്കേടുണ്ടാകുകയല്ലേ. നമ്മൾ വിശ്വാസികളാന്നൊക്കെ പറഞ്ഞാൽ, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കളിയാക്കുകയില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ആത്മവിശ്വാസമില്ലായ്മ കൊണ്ടാണ് നമ്മളങ്ങനെ പോയി നിൽക്കുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിയായിട്ടുള്ള ബോധ്യമുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നമ്മളങ്ങനെ പോവുകയില്ല. അപ്പോൾ നമുക്ക് ഈ ദൈവമാകുന്ന പ്രകാശത്തിലായിരിക്കാൻ കഴിയുക, നമ്മളെ തന്നെ മുഴുവനായിട്ട് എക്സ്പോസ്ഡ് ആയിരിക്കാൻ കഴിയുക, ഒന്നും അന്ധകാരത്തിലാകാതിരിക്കാനായിട്ട് കഴിയുക. അങ്ങനെ ആയി കഴിയുമ്പോഴാണ് നമുക്ക് ആ ദൈവവുമായിട്ട് കൂട്ടായ്മ ഉണ്ടാവുക. നമ്മൾ ഈ കർത്താവിൻ്റെ പ്രതീകമായിട്ടുള്ള പ്രകാശം തിരികത്തിക്കുന്നു, നിലവിളക്ക് തെളിക്കുന്നു. ഒരുപക്ഷെ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ജ്ഞാനസ്നാനത്തിൽ നമുക്ക് കത്തിച്ചൊരു തിരി തരുന്നു. അതുപോലെ തന്നെ സന്യസ്തരായൊരു വ്രതമെടുക്കുമ്പോൾ അവർക്ക് കത്തിച്ച് തിരി കൊടുക്കുന്നു. പിന്നെ നമ്മൾ വിവാഹത്തിൻ്റെ ഇപ്പോഴത്തെ ക്രമത്തിലാണെങ്കിൽ സർവാധിപനാം എന്നുള്ള ആ പാട്ട് പാടുമ്പോൾ കാർമ്മികനും വധുവും വരനുമൊക്കെ പോയിട്ട് വിളക്ക് തെളിക്കുന്നു. ഇതെല്ലാം എന്തിൻ്റെ സൂചനയാണ്? ഞങ്ങൾ പ്രകാശത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നീയാകുന്ന പ്രകാശത്തിൽ, ഏതെങ്കിലും ഒരു പ്രകാശത്തിലല്ല, നീയാകുന്ന പ്രകാശത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളോട് കൂടെയുള്ളപ്പോൾ അവിടെ അന്ധകാരമുണ്ടാവുകയില്ല. നേരെ മറിച്ച് കർത്താവ് എത്രമാത്രം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നുവോ അത്രയ്ക്ക് നമ്മളിൽ അന്ധകാരമായിരിക്കും. ഇരുട്ട് എന്ന് പറയുന്നത് എന്താ വാസ്തവത്തിൽ? പ്രകാശത്തിൻ്റെ ഇല്ലായ്മ, അത് ഇല്ലാത്ത അവസ്ഥയിലാണ്. ഒരു മുറിയിൽ ഇരുട്ടാകുന്നത് എപ്പോഴാണ്? അവിടെ പ്രകാശമില്ലാതെ വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ പ്രകാശം ഇല്ലാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ അസാന്നിധ്യം അനുഭവപ്പെടും. പ്രകാശം ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ള ഒരു വ്യക്തിയിൽ എപ്പോഴും പ്രകാശമായിരിക്കും. നമുക്കറിയാം, ഈ ലൈറ്റ് തെളിയുമ്പോൾ ആ പ്രകാശം സ്വാഭാവികമായിട്ടും മറ്റു വസ്തുക്കളെല്ലാം കാണാനായിട്ട് നമുക്ക് ഒരു അവസ്ഥ സൃഷ്ടിച്ചു തരുന്നു. നമ്മളിതുപോലെ തന്നെയാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ദൈവമാകുന്ന ക്രിസ്തുവാകുന്ന പ്രകാശത്തിലാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളെയും നമുക്ക് ശരിയായ രീതിയിൽ കാണാനായിട്ട് കഴിയും. ഈ പ്രകാശം തന്നെ നമുക്കറിയാം പലതരമുണ്ട്. പ്രകാശം ഒന്നാണെങ്കിലും അത് പ്രസരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഫിലമെൻ്റ് ഉള്ള ബൾബുണ്ട്. അതിനൊരു തരം എന്നാ പറയുന്നത്, ഒരു മഞ്ഞ വെളിച്ചമെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കുള്ള വെള്ളയല്ല. നേരെ മറിച്ച് നമ്മുടെ LED ബൾബുകളുണ്ട്. അത് പാല് പോലെ ഇരിക്കും. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ മിൽക്കി ബൾബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും. അത് അകത്ത് വ്യത്യാസമില്ല, പക്ഷേ അതിൻ്റെ ചില്ലിനുള്ള പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ പ്രകാശം കടന്നു വരുന്ന മാധ്യമങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ കാണുന്ന വസ്തുക്കളും വ്യത്യസ്തമായി നമുക്ക് തോന്നാം. കർത്താവിൻ്റെ പ്രകാശം നമുക്ക് ശരിയായ വസ്തുക്കളെ കാണാനായിട്ട് സഹായിക്കുന്നു. നമ്മൾ പച്ച നിറത്തിലൂടെ, പച്ച ഗ്ലാസ്സിലൂടെ നോക്കിയാൽ എല്ലാം പച്ചയായിട്ട് കാണുകയുള്ളൂ. പച്ച ഗ്ലാസ്സിലൂടെ കടന്നു വരുന്ന പ്രകാശം പോലും പച്ചയായിട്ട് അനുഭവപ്പെടുകയുള്ളൂ. ഒരിക്കൽ ഒരു രാജാവിന് അസുഖം വന്നൊരു കഥ, അത് ഇങ്ങനെയാണത്. ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു വല്ലാത്തൊരു അസുഖം, എന്താണെന്ന് ആർക്കും കണ്ടെത്താൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് എപ്പോഴും ഒരു ദുഃഖഭാവം, എപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിങ്ങനെ കീഴ്പോട്ടിരിക്കുന്നു, മുഖം കൊരിഞ്ഞിരിക്കുന്നു, സങ്കടമാണ്, എന്ത് ചെയ്താലും സന്തോഷമില്ല. അപ്പോൾ അവസാനം ഇവരിങ്ങനെ രാജകിങ്കരന്മാർ, വൈദ്യന്മാരെല്ലാം വിളിച്ചുകൊണ്ട് വന്നു. ആർക്കും കണ്ടെത്താൻ പറ്റുന്നില്ല. അവസാനം ഒരു വൈദ്യനെ അവർ വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം മിടുക്കനായിരുന്നു. അദ്ദേഹം രാജാവിനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, തിരുമേനിക്ക് ഒരു ചികിത്സയേ ഉള്ളൂ. തിരുമേനി കാണുന്നതെല്ലാം പച്ച നിറത്തിലായിരിക്കണം.
അങ്ങനെയാണെങ്കിൽ തിരുമേനിയുടെ ഈ അവസ്ഥ മാറും, സങ്കടം മാറി സന്തോഷമാകും. നമുക്കറിയാം, രാജാവിന് അതൊന്നും പ്രയാസമുള്ള കാര്യമല്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? കൽപ്പന കൊടുത്തു, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ വസ്തുക്കളും പച്ച പെയിൻറ് കൊണ്ട് അടിക്കുക, എല്ലാം പച്ചയായിട്ട് കാണണം. അവസാനം കഥയാണ്, കഥയിൽ ചോദ്യമില്ലല്ലോ. രാജ്യത്തുള്ള എല്ലാ വസ്തുക്കളെയും പച്ച പെയിൻറ് കൊണ്ട് അടിക്കാനായിട്ട് ആരംഭിച്ചു. എല്ലായിടത്തും കിട്ടാവുന്ന സ്ഥലത്തുള്ള പെയിൻറ്റുകളെല്ലാം വാങ്ങിക്കൊണ്ട് അടിച്ചു. പക്ഷേ എന്നിട്ടും ഇനിയും കിടക്കുകയാണ് വീണ്ടും പച്ച പെയിൻ്റ് അടിക്കാൻ സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ, വസ്തുക്കളെല്ലാം. അവസാനം ഈ കിങ്കരന്മാർ മടുത്തിട്ട് ഈ വൈദ്യനോട് എന്ന് പറഞ്ഞു, വൈദ്യരെ ഞങ്ങളെ രക്ഷിക്കണം, ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ പെയിൻറ് ചെയ്യാൻ. രാജാവ് നോക്കുന്നിടമെല്ലാം പെയിൻറ് ചെയ്യണ്ടേ, അതിനെന്തുമാത്രം പെയിൻറ് വേണ്ടി വരും? വൈദ്യനൊന്ന് ആലോചിച്ചു, ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഭോഷന്മാരെ, ഞാൻ നിങ്ങളോട് കെട്ടിടങ്ങളും മരങ്ങളും ഒന്നും പെയിൻറ് ചെയ്യാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? രാജാവ് കാണുന്നതെല്ലാം പച്ച നിറമായിരിക്കണം, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ രാജാവിന് പച്ച നിറമുള്ള ഒരു കണ്ണട വാങ്ങിച്ചു കൊടുക്കുക, അദ്ദേഹം കാണുന്നതെല്ലാം പച്ചയായിക്കൊള്ളും. നിങ്ങൾ പച്ച നിറം കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, രാജാവിനാണല്ലോ പ്രശ്നമുള്ളത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഉടനെ തന്നെ കാര്യം മനസ്സിലായി. എന്നിട്ട് ഒരു ഉപദേശവും കൊടുത്ത് വൈദ്യര്, ഈ രോഗത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. യഥാർത്ഥത്തിലുള്ള വെളിച്ചത്തിലല്ല രാജാവ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് രാജാവിന് സങ്കടമുണ്ടാകുന്നത്, അതുകൊണ്ടാണ് സന്തോഷമില്ലാത്തത്, അതുകൊണ്ടാണ് തീർത്തും നിരുന്മേഷനായി മാറുന്നത്. അപ്പോൾ ഈ പ്രകാശം, ദൈവം പ്രകാശമാണെങ്കിൽ ആ പ്രകാശത്തിലൂടെ നോക്കിക്കാണുമ്പോൾ നമുക്ക് പിന്നെ ഉന്മേഷക്കുറവിനും സങ്കടത്തിനൊന്നും കാരണമില്ല. കാരണം വസ്തുക്കളെയും സംഭവങ്ങളെയും എല്ലാം ശരിയാമണ്ണം കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ഈ അന്ധകാരത്തിൽ, ദൈവത്തിൽ അന്ധകാരമില്ല, അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ദൈവത്തിൽ വസിക്കുന്നതെന്ന് പറയുന്ന ഒരാൾക്ക് പിന്നെ അന്ധകാരത്തിലായിരിക്കാൻ പറ്റില്ല, പാപത്തിലായിരിക്കാൻ പറ്റില്ല. അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ അതിനർത്ഥം മറ്റൊന്നുമല്ല, ഇത് വെറുതെ പറയുന്നതാണ്, വ്യാജം പറയുന്നതാണ്. അപ്പോൾ എന്താണ് പാപം, എന്താണ് തിന്മ, എന്താണ് ഈ അന്ധകാരം എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. ദൈവത്തിൽ നിന്ന് അകലുന്തോറും നമ്മൾ ഇരുട്ട് കയറുന്നു, നമ്മളിൽ പ്രകാശമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വസിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നമുക്കിപ്രകാരം അന്ധകാരം ഉണ്ടാവുകയില്ല. നമ്മൾ കാണുന്നതെല്ലാം ശരിയായ രീതിയിലായിരിക്കും. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകാശത്തിന് വലിയ ഒരു പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. ക്രിസ്തുവാണ് നമ്മുടെ പ്രകാശം. ക്രിസ്തു പ്രകാശം തന്നെയാണ്, ദൈവം പ്രകാശം തന്നെയാണ്. ആ പ്രകാശത്തിലാണ് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെടുത്ത് നോക്കാം. എന്തുകൊണ്ടാണ് അവിടെ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാകുന്നത്? തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ വ്യക്തികളെ തെറ്റിദ്ധരിക്കുന്നു. അവരെന്താണോ അതല്ല എന്ന് നമ്മൾ കരുതുന്നു. നമ്മൾ പലപ്പോഴും പറയാറില്ല, മലയാളത്തിലൊക്കെ ചങ്കെടുത്ത് കാണിക്കുമ്പോൾ ചെമ്പരത്തിപ്പൂവാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഹൃദയത്തിലുള്ള മുഴുവൻ ഞാൻ തുറന്നു വെച്ചാലും അത് കേൾക്കുന്നയാൾ പറയും, ഇല്ലില്ല, നീ പറയുന്നത് ശരിയല്ല, നീ പറയുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ അവർ നമ്മുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യും. അവർ പറയും, ഇല്ല, നീ ആ പറഞ്ഞത് ഇന്ന ഉദ്ദേശത്തിലാണ് ചെയ്തത്. എനിക്ക് പലപ്പോഴും അങ്ങനെ അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ ഒക്കെ ആരെങ്കിലുമൊക്കെ പറയും, പിതാവ് പറഞ്ഞ് ഞങ്ങൾക്ക് വേദനയുണ്ടാക്കി. അപ്പോൾ ഞാൻ പറയും, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചില്ല. നിങ്ങളെ ദുഃഖിപ്പിക്കാനോ വേദനിപ്പിക്കാനോ അല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ സ്വതസിദ്ധമായ ശൈലിയെ ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുക. ഞാനങ്ങനെ ഒരിക്കലും അത് മനഃപൂർവ്വം നിങ്ങളെ ഉപദ്രവിക്കാൻ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇല്ലില്ല, പിതാവ് അങ്ങനെ ഓർത്ത് തന്നെ പറഞ്ഞതാണ്. നമുക്ക് എന്തുത്തരം പറയാനായിട്ട് കഴിയും? അപ്പോൾ എൻ്റെ ആ പ്രവൃത്തിയെ, എൻ്റെ ഉദ്ദേശശുദ്ധിയെ കർത്താവിൻ്റെ പ്രകാശത്തിൽ നോക്കിക്കാണുകയാണെങ്കിൽ മാത്രമേ അതിന് ശരിയായ രീതിയിൽ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം കർത്താവാണല്ലോ നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്നത്. ഹൃദയങ്ങൾ അറിയാതെ വരുമ്പോഴാണ് ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പരഹൃദയ ജ്ഞാനമൊന്നുമില്ല എങ്കിൽ പോലും നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയും, നമ്മളെക്കുറിച്ച് ആരും അങ്ങനെ ചീത്തയായിട്ടുള്ള ചിന്തിക്കുന്നില്ല എന്ന് വെറുതെ ആണെങ്കിലും ഒന്ന് ചിന്തിക്കാൻ കഴിയുക. അപ്പോൾ നമുക്ക് നല്ലത് ചിന്തിക്കാനായിട്ട് സാധിക്കുക. ഇല്ല,
ആ വ്യക്തി എന്നെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയില്ല. അങ്ങനെ എനിക്ക് തോന്നിയെങ്കിൽ അതെൻ്റെ തെറ്റിദ്ധാരണയായിരിക്കണം എന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ തോന്നാൻ കഴിയുക. അങ്ങനെയൊക്കെ കഴിയണമെങ്കിൽ നമ്മൾ ദൈവമാകുന്ന ആ പ്രകാശത്തിൽ വസിക്കണം. കാരണം ദൈവത്തിൽ വസിക്കുന്ന ഒരാൾക്ക് തിന്മ വിചാരിക്കാൻ പറ്റില്ല. ദൈവത്തിൽ വസിക്കുന്ന ഒരാൾക്ക് അന്ധകാരത്തിലായിരിക്കാൻ പറ്റില്ല. ദൈവത്തിൽ വസിക്കുന്ന ഒരാൾക്ക് പാപം ചെയ്യാനായിട്ട് കഴിയില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ പ്രകാശത്തിലായിരിക്കാൻ കഴിയുക. നിരന്തരമായിട്ട് പ്രകാശത്തിലായിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ മറ്റുള്ളവരെ, വ്യക്തികളെ, സംഭവങ്ങളെയൊക്കെ നോക്കിക്കാണാൻ വളരെ എളുപ്പമായിട്ട് മാറും. നമുക്കറിയാം, ധാരണ ശരിയാണെങ്കിൽ പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ടാകും. ഈ മനുഷ്യൻ പറഞ്ഞത് ശരിയല്ല, ഈ മനുഷ്യൻ പറയുന്നത് വെറുതെ പറയുന്നത്, ഈ മനുഷ്യന് വലിയ ബോധ്യമൊന്നുമില്ലാതെ പറയുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെന്ന് കരുതുക. പക്ഷേ എൻ്റെ ഉദ്ദേശം അങ്ങനെയല്ലല്ലോ. ഞാനത് നേരെ തിരിച്ചായിരിക്കാം. അത് നമുക്ക് നേരെ മറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് പറയുന്നതാണ് എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ പ്രകാശത്തിലായിരിക്കും. നിങ്ങളുടെ എന്നോടുള്ള മനോഭാവം തന്നെ മാറും. പലപ്പോഴും മനോഭാവങ്ങൾ രൂപപ്പെടുന്നത് അങ്ങനെയല്ലേ. നമ്മൾ തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ചിട്ട് നമ്മുടേതായ രീതിയിലുള്ള മനോഭാവങ്ങൾ രൂപപ്പെടുത്തും. അപ്പോൾ നമുക്ക് ഈ ദൈവത്തിൻ്റെ പ്രകാശമുണ്ടെങ്കിൽ ഈ മനോഭാവത്തിൽ തന്നെ വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് കഴിയും. മനോഭാവത്തിൽ നമ്മുടെ അതൊരു ശൈലി, ഒരു രണ്ടാം പ്രകൃതിയായിട്ട് മാറും പലപ്പോഴും ഈ മനോഭാവങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ മനോഭാവങ്ങൾ പോലും നമ്മൾ എവിടെ ആയിരിക്കുന്നു അതിനനുസരിച്ചാണ് അത് രൂപപ്പെട്ടു വരിക. ഒരിക്കലും അങ്ങനെ രൂപപ്പെട്ടാൽ പിന്നെ ജീവിതം ദുസ്സഹമായിട്ട് മാറും, അസാധ്യമായിട്ട് മാറും. പല സന്ദർഭങ്ങളിലും നമുക്ക് അനാവശ്യമായിട്ടുള്ള വേദനകൾ. ഈ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ അകാരണമായിട്ടുള്ള മുറിവുകൾ, വേദനകളൊക്കെ ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 23-ാം അധ്യായത്തിൽ, സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ മനസ്സിലാകും ഈ പ്രകാശത്തിൽ ആയില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്നുള്ളത്. ചിലപ്പോഴൊക്കെ നമുക്ക് ഈ പ്രകാശം വേറെ രീതിയിലും കിട്ടും. 29-ാം വാക്യം 23-ാം അധ്യായത്തിൽ പറയുന്നു, ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത്? വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മൾ പിന്നെ നോക്കിക്കാണുന്നത് ഉള്ളിൽ കിടക്കുന്ന മദ്യത്തിലൂടെയാണ്. അവിടെ വരും ആ മദ്യമാണ് പിന്നെ നമ്മളെ ബാക്കിയെല്ലാം കാണാനൊക്കെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നു, ദുരിതമുണ്ടാകുന്നു, കലഹങ്ങളുണ്ടാകുന്നു, ആവലാതി ഉണ്ടാകുന്നു. ആർക്കാണ് അകാരണമായ മുറിവുകൾ? ഭാര്യ പറഞ്ഞപ്പോഴത്തേനും ഭർത്താവിന് മുറിവായി. മനുഷ്യ നിങ്ങൾ കുടിക്കരുത് ഇനി എന്ന് പറയുമ്പോൾ അയാൾക്ക് മുറിവായി. കാരണം എന്താണ്? അയാൾക്ക് ഈ ഭാര്യ പറഞ്ഞതിന് ശരിയാവണ്ണം കാണാൻ പറ്റുന്നില്ല. അയാൾ ശരിയായ പ്രകാശത്തിലല്ല, അയാൾ അന്ധകാരത്തിലാണ്. അതുകൊണ്ടാണ് ആ മുറിവുണ്ടാകുന്നത്. അല്ലെങ്കിൽ പിള്ളേർ വന്നിട്ട് അപ്പനോടൊന്നും മിണ്ടുന്നില്ല, പപ്പായോടൊന്നും മിണ്ടുന്നില്ല. അയാൾ പറയാണ്, എൻ്റെ പിള്ളേർക്ക് എന്നെ വേണ്ട, എൻ്റെ പിള്ളേർക്ക് എന്നോട് സ്നേഹമില്ല. അത് ശരിയല്ലല്ലോ. എന്താണ് ഇയാൾ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് പ്രേരണയാകുന്നത്? അത് ഈ ഉള്ളിൽ കിടക്കുന്ന മദ്യമാണ്, മറ്റൊന്നുമല്ല. അതുപോലെ തന്നെ പറയുകയാണ്, ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത്? വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്രമായിട്ടുള്ള കാഴ്ചകൾ കാണുകയും വികടത്വം ജൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്രമായ കാഴ്ചകൾ കാണും. കാരണം എന്താണ്? നമ്മുടെ പ്രകാശം ക്രിസ്തുവല്ല, ദൈവമല്ല. നമ്മുടെ പ്രകാശം തരുന്നത് ഈ പറഞ്ഞ ചുവന്ന സാധനമാണ്. അത് ഞാൻ ആ പറഞ്ഞ കഥയിലെ പച്ച ഗ്ലാസിനെ പോലെ ഈ ചുമന്ന വസ്തുവിലൂടെയാണ് പിന്നെ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ വിചിത്രമായിട്ടുള്ള കാഴ്ചകൾ കാണും. വെറുതെ ഇങ്ങനെ ഭാര്യ ഒരു സംശയം,
ഒരു കാര്യവുമില്ല. കാരണം എന്താണ്? ഉള്ളിൽ കിടന്ന് പ്രവർത്തിക്കുന്നത് ഈ മദ്യമാണ്. അതല്ലെങ്കിൽ മക്കളെ സംശയം, അല്ലെങ്കിൽ അയൽവാക്കക്കാരെ സംശയം, സഹപ്രവർത്തകരെ സംശയം, പള്ളിയിൽ അച്ഛനെ സംശയം, സകലരെയും സംശയം. വിചിത്രമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നു. അവനെന്നെ കൊല്ലാൻ വരികയാണ്, അവനെന്നെ ഉപദ്രവിക്കാൻ വരികയാണ്, അവനിപ്പോൾ ശരിപ്പെടുത്തിയിട്ട് തന്നെ കാര്യം. വികൃതമായിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ വിചിത്രമായിട്ടുള്ള കാഴ്ചകൾ നീ കാണുകയും വികടത്വം ജൽപ്പിക്കുകയും ചെയ്യും. വികടത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തരം, നമ്മൾ പറയാറില്ല, ഒരു തരം വർത്തമാനം. അങ്ങനെയുള്ള വർത്തമാനം പറയാൻ കാരണം എന്താണ്? ഉള്ളിൽ കിടക്കുന്ന മദ്യം നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഈ പ്രകാശത്തിലാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വികടത്വം പറയുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള വിചിത്രമായ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ വചനം ഓർക്കുക. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് മദ്യം തന്നെയാകണമെന്നില്ല. അസൂയ ഉണ്ടെങ്കിൽ ഇത് തന്നെ സംഭവിക്കാം. എനിക്ക് എൻ്റെ അയൽക്കാരനോട് ഭയങ്കര അസൂയ. അവൻ നല്ലൊരു വീട് പണിതു. അവനെന്താ അത്ര നല്ല വീട് പണിത്? അവൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളെന്ത് പറയും? അവൻ കള്ളക്കടത്ത് നടത്തിയിട്ടാണ് ആ കാശുണ്ടാക്കിയത്, കൈക്കൂലി മേടിച്ചിട്ടാണ് ആ കാശുണ്ടാക്കിയത് എന്ന് പറഞ്ഞ് നമ്മൾ പരത്താൻ ശ്രമിക്കും. അസൂയയൊക്കെ ഈ മദ്യം പോലെ തന്നെ ലഹരി പിടിപ്പിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ കാഴ്ചയെ മറയ്ക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവപ്രകാശമാകുന്ന ദൈവത്തിൽ വസിക്കുമ്പോഴേ വ്യക്തികളെ ശരിയാമണ്ണം നോക്കി കാണാൻ പറ്റുകയുള്ളൂ. സംഭവങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ടാകുന്നു. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ശരിയായ പ്രകാശത്തിൽ നോക്കിക്കാണുക. ആ പ്രകാശത്തിൽ ആയിരിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ അതിനെ കാണാൻ സാധിക്കും. അല്ലേ നമ്മൾ തെറ്റിദ്ധരിക്കും. അതാണ് സുഭാഷിതങ്ങൾ പറഞ്ഞത്, ആർക്കാണ് അകാരണമായ മുറിവുകളുണ്ടാകുന്നത്? വെറുതെ അങ്ങോട്ട് മുറിവുണ്ടാകുകയാണ്. എന്തിനാ മുറിവുണ്ടാകുന്നത്? നമ്മളെക്കുറിച്ച് ആരും ഒന്നും പറയണമെന്നില്ല, പറഞ്ഞിരിക്കണമെന്നുമില്ല, നമുക്ക് വെറുതെ തോന്നുകയാണ്. കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ആ മദ്യം പോലെയുള്ള അസൂയ പോലെയുള്ള കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളെ ഈ പ്രകാശത്തിൽ നിന്ന് അകറ്റുന്നത്. അങ്ങനെയുള്ളവർ അന്ധകാരത്തിൽ തന്നെ നടക്കുന്നത്. അവരിലൊരു പ്രകാശവുമില്ല. നമ്മളൊരു പക്ഷേ ബാഹ്യമായിട്ട് ക്രൈസ്തവമായ പേരുണ്ടാകും, അല്ലേ നമ്മൾ എല്ലാ ഞായറാഴ്ച എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകുന്നവരാകാം, കുർബാന സ്വീകരിക്കുന്നവരാകാം, വെന്തിങ്ങ ധരിക്കുന്നവരാകാം, കൊന്ത ഉപയോഗിക്കുന്നവരാകാം, നിരന്തരമായിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നവരൊക്കെ ആകാം. എങ്കിൽ പോലും ഇത് സംഭവിക്കാം. അതൊക്കെ നമ്മുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളായി തീരും. ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പ്രകാശമില്ലാത്ത അവസ്ഥയിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിൻ്റെ കണ്ണ് പ്രകാശമറ്റതെങ്കിൽ, കണ്ണിരുട്ടാണെങ്കിൽ അതെന്തോ ഒരു വലിയ ഇരുട്ടായിരിക്കും. കർത്താവ് തന്നെ പറയുന്ന കാര്യമാണ്. നമുക്കപ്പോൾ നമ്മുടെ കണ്ണിനെ നിരന്തരമായിട്ട് ഈ പ്രകാശവുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്താൻ കഴിയുക. കാണുന്ന കാര്യങ്ങളെ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണാൻ പറ്റുക. പൗലോസ് പറയുന്നത് പോലെ നമ്മളാരും ഇനി മനുഷ്യരുടെ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കാണാതിരിക്കുക. മനുഷ്യർക്ക് അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാകും. ആ താല്പര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കാര്യങ്ങളെ തീരുമാനിക്കുക. പലപ്പോഴും നമുക്കറിയാം, ഈ കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് എത്ര പ്രാവശ്യം ഒരു കാര്യത്തിന് ചെന്നാലും അവർ സാധിച്ചു തരികയില്ല. സാധിക്കാൻ മേലാഞ്ഞിട്ടില്ല, അവർ ഓരോ കാര്യം പറഞ്ഞതിനെ തടസ്സപ്പെടുത്തും. അതിന് ആ രേഖയില്ല, ഈ രേഖയില്ല, അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, ഇവിടെ ആ തെറ്റുണ്ട്. ഇത് നമുക്ക് മനസ്സിലാകില്ല. നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ആ രേഖയുണ്ട്, ഈ രേഖയുണ്ട്, ഇവിടെ ആ തെറ്റുമില്ല. പിന്നെ എന്താണ് പ്രശ്നം? കാരണം ഇവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പണം വേണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. അത് കിടക്കുമ്പോൾ പിന്നെ ഇതിനെ അവതരിപ്പിക്കുന്ന ഇങ്ങനെയായിരിക്കും, നമുക്കിത് മനസ്സിലാവുകയുമില്ല. അപ്പോൾ ശരിക്കും കർത്താവിൻ്റെ ആ പ്രകാശം നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളെ ഇങ്ങനെയൊക്കെ നോക്കിക്കാണുകയും അതിനെ ആ രീതിയിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയ തെറ്റിദ്ധാരണ മറ്റുള്ളവർക്കുണ്ടാകും, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാകാതെ പോകും. സമൂഹത്തിൽ വലിയ തിന്മയുണ്ടാകും. നമുക്കപ്പോൾ നിരന്തരമായിട്ട് കർത്താവിൻ്റെ ആ പ്രകാശത്തിൽ നടക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആശംസ. നമ്മൾ ജ്ഞാനസ്നാനത്തിൽ സ്വീകരിച്ച കത്തിച്ച തിരി നിരന്തരമായിട്ട് നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും കണ്ണിനുമൊക്കെ പ്രകാശം നൽകട്ടെ. അങ്ങനെ നമ്മൾ ഈ ലോകത്തിൻ്റെ പ്രകാശമായി നമ്മൾ തന്നെ മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, നീയാകുന്ന പ്രകാശത്തിലൂടെയാണല്ലോ ഞങ്ങൾ സഞ്ചരിക്കേണ്ടത്. നീയാകുന്ന പ്രകാശവുമായി കൂട്ടായ്മയുള്ളവരാണല്ലോ യഥാർത്ഥത്തിൽ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നത്. നിൻ്റെ ആ കൂട്ടായ്മയിലല്ലാത്തവരെല്ലാം അന്ധകാരത്തിലാണെന്ന് നിൻ്റെ അപ്പസ്തോലനോട് പറഞ്ഞു തരുന്നല്ലോ കർത്താവേ. യേശുവെ, ഞങ്ങൾ ഓരോരുത്തരും നീയാകുന്ന പ്രകാശത്തിൽ സഞ്ചരിക്കുവാൻ കാര്യങ്ങളെയും വ്യക്തികളെയും സംഭവങ്ങളെയും എല്ലാം
നിൻ്റെ ആ പ്രകാശം നോക്കിക്കാണുവാൻ, യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ. ഞങ്ങളുടെ മനസ്സുകളെ, ഹൃദയത്തെയും നീയാകുന്ന പ്രകാശത്തിൽ എപ്പോഴും ജ്വലിപ്പിക്കുകയും ചെയ്യണമേ.